Hey guys, welcome back to our channel. So welcome back to another movie review guys. വിഷ്ണു വിശാൽ നായകനാകുന്നത്, അതായത് വിഷ്ണു വിശാലിനെ അറിയില്ലെന്നുണ്ടെങ്കിൽ രാക്ഷസൻ മൂവിക്കകത്തെ പോലീസുകാരൻ ആ പുള്ളി പുതിയൊരു പോലീസ് വേഷ കഥാപാത്രമായിട്ട് പുള്ളി അഭിനയിച്ച് വന്ന പടമാണ് ഗൈസ് ആര്യൻ. കഴിഞ്ഞ ദിവസമാണ് ഇറങ്ങിയത്. അപ്പോൾ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് പ്രവീൺ കെ എന്ന് പറഞ്ഞ ആളാണ്. കാസ്റ്റ് വരുന്നത് വിഷ്ണു വിശാലുണ്ട്, സെൽവരാഘവനുണ്ട്, ശ്രദ്ധയുണ്ട്, അങ്ങനെ കുറച്ചധികം ആൾക്കാർ അഭിനയിക്കുന്ന ഒരു മൂവിയാണ്. ഈ മൂവിയെ പറ്റി പറയുന്നതിന് മുമ്പ് ആക്ച്വലി ഈ പ്രവീൺ കെ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഡയറക്ടർ 2019 പുള്ളി ഒരു വെബ് സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു, മേനക എന്ന് പറയുന്നത്. ഞാനിത് കണ്ടിട്ടില്ലായിരുന്നു. സോ ഇത് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ കാണേണ്ട കാര്യമില്ല, കാരണം ആ സാധനം തന്നെയാണ് ഇത്. ഞാൻ ഈ മേനക എന്നുള്ള സീരീസ് കണ്ടിട്ടില്ലായിരുന്നു. സോ എനിക്കതുകൊണ്ട് ഒരു ഫ്രഷ് പീസായിട്ടാണ് എനിക്ക് ഈ മൂവി തോന്നിയത്. മലയാളത്തിൽ ഇറങ്ങിയ ആ വെബ് സീരീസ് അങ്ങനെ എടുത്ത് ഇവരതൊരു സിനിമയാക്കി തമിഴിൽ ഇറക്കി, അതേ ഉള്ളൂ. ഇതിനകത്തൊരു സീരിയൽ കില്ലറായിട്ട് വരുന്നത് സെൽവരാഘവനാണ്. സോ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ പ്ലോട്ട് ഉണ്ടല്ലോ, അതായത് ഈ ഒരു കണ്ടന്റ്, അത് നൈസാണ്. അതർവൈസ് പടം എനിക്കതങ്ങോട്ട് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് പേഴ്സണലി കിട്ടിയില്ല. പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഒക്കെ കൂടെ എവിടേക്കോ എന്തൊക്കെയോ ഒരു പ്രശ്നം. വിഷ്ണു വിശാൽ ഇതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ്, പുള്ളിയാണ് ഈ കേസ് അന്വേഷണം ഉണ്ടാകുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ. സെൽവരാഘവൻ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ, പുള്ളി ഒരു സീരിയൽ കില്ലറാണ്, ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് സീരിയൽ കില്ലറാണ്. അതായത് പുള്ളി ഓൾറെഡി കുറച്ച് ആൾക്കാരെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ട് പുള്ളി സ്വയമേ ആദ്യം അങ്ങ് ചാവും. പുള്ളി ഒരു 5 പേരെ കൊല്ലാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. എന്നിട്ട് ഫസ്റ്റ് പുള്ളി തന്നെ ചാവും. ദെൻ അത് കഴിഞ്ഞിട്ട് പുറകെ ചാവാനായിട്ടുള്ള കുറേ പ്ലാനുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. ദെൻ ഈ പോലീസുകാർ ഇവരെ രക്ഷിക്കാനൊക്കെ പോകുന്നതും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിനകത്ത് എത്ര പേര് ചാവും, ഇനി ആരെങ്കിലും ചാവാൻ ബാക്കിയുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ഈ പടം കണ്ടു നോക്കി. ഇൻ കേസ് നിങ്ങൾ മറ്റേ മേനക എന്ന സീരീസ് കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ കഥയൊക്കെ അറിയായിരിക്കും. കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതൊരു പുതുമയായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. പറഞ്ഞു നല്ലൊരു പ്ലോട്ട് ആയിരുന്നു, ബട്ട് എനിവേ അത് എക്സിക്യൂട്ട് ചെയ്ത് എനിക്കതങ്ങോട്ട്, പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഒരു സോഷ്യൽ മെസ്സേജ് എന്നുള്ള രീതിക്കാണ് അവരിത് ചെയ്തത്, ബട്ട് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായിട്ടില്ല. എനിവേ ഒരു ബിലോ ആവറേജ്, അതാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് പടത്തിൽ നിന്ന്. പിന്നെ അതുപോലെ ഇതിനകത്താണെങ്കിൽ ഈ സെൽവരാഘവൻ ചെയ്ത ക്യാരക്ടർ, പുള്ളി എഴുതിയ ഒരു 2-3 പുസ്തകം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വിഷ്ണു വിശാൽ ഈ പുസ്തകമെല്ലാം, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ലീഡ് കിട്ടണമെങ്കിൽ ആ പുസ്തകമൊക്കെ വായിക്കണമല്ലോ. നോർമലി ഒരു ഹ്യൂമന് പോസിബിൾ അല്ലാത്തത് ഇതിനകത്ത് ഈ വിഷ്ണു വിശാലിൻ്റെ ക്യാരക്ടറിന് ഇതിനകത്ത് പോസിബിളാണ്. അതായത് 4 പുസ്തകങ്ങളൊക്കെ പുള്ളി ഒരു ദിവസം കൊണ്ട് വായിച്ചു കഴിയും. അതായത് ഒരു ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 100-300 പേജൊക്കെ വരുന്ന ബുക്കാണ്. നിങ്ങളൊന്ന് ആലോചിച്ചോണം. അതിൽ 4 ബുക്കാണ് പുള്ളി ഒരു ദിവസം കൊണ്ടൊക്കെ പുള്ളി വായിച്ചു കഴിഞ്ഞത്. അങ്ങനെ കുറച്ച് ലോജിക്കില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചുമ്മാ കണ്ടിരിക്കാം വെറുതെ, അതായത് വെറുതെ ഇങ്ങനെ നമുക്ക് തള്ളി നീക്കാം എന്നുള്ള രീതിയിലിരുന്ന് കാണാം. അല്ലാത്ത പക്ഷം എനിക്കത് അങ്ങോട്ട് സുഖം തോന്നിയില്ല. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പ്ലോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഒരു പ്ലോട്ടാണ്. അതായത് ഒരു ക്രൈം ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾ ഓൾറെഡി പ്രീ പ്ലാൻഡ് ചെയ്തിട്ട് പുള്ളി തന്നെ ആദ്യം മരിക്കുന്നു. ദെൻ ഈ പ്ലാൻസ് ഒക്കെ എങ്ങനെ എക്സിക്യൂട്ട് ആവുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫൈനൽ എന്താണ്, അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വരാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ള രീതിക്ക് പോകുന്നൊരു വെറൈറ്റി പ്ലോട്ടാണ്. ബട്ട് എക്സിക്യൂഷൻ കുറച്ചൊന്ന് അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയായിപ്പോയി. ഇനിയും ചിലപ്പോൾ ക്രൈം നടക്കാതിരിക്കാം എന്നുള്ള രീതിയിലാണ് എൻഡിങ്ങും കാര്യങ്ങളൊക്കെ. ഈ ക്രൈം ത്രില്ലർ പോലുള്ള ഈ പ്ലോട്ടുകളൊക്കെ വരുന്ന മൂവീസൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് നമ്മളിങ്ങനത്തെ മൂവീസൊക്കെ പോയി കാണുന്നത്. ബട്ട് ഇത് കണ്ട് തുടങ്ങിയപ്പോഴേ എനിവേ താല്പര്യമുള്ളവർ പോയി കാണുക. ആര്യൻ എന്നാണ് മൂവിയുടെ നെയിം. വിഷ്ണു വിശാലാണ് നായകനായിട്ട് വരുന്നത്. പിന്നെ പലരും പറയുന്നൊരു കാര്യമാണ്, രാക്ഷസൻ മൂവിയായിട്ട് ഈ മൂവിയെ കമ്പയർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരാളുടെ ഒരു പടം വരുമ്പോഴത്തേക്ക് അയാളുടെ പ്രീവിയസ് പടം ഹിറ്റ് ഓർ ഫ്ലോപ്പ് വാട്ടെവർ, ആ മൂവിയായിട്ട് പുതിയ മൂവിയെ ജഡ്ജ് ചെയ്യുന്നതും കമ്പയർ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അതൊരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യില്ല. കാരണം പ്രീവിയസ് മൂവി ഹിറ്റ് ഓർ ഫ്ലോപ്പ് അതെന്തോ ആയിക്കോട്ടെ, ബട്ട് ന്യൂ മൂവീസ് വരുമ്പോൾ നമ്മളൊരിക്കലും അവരുടെ പ്രീവിയസ് വെച്ച് ജഡ്ജ് ചെയ്യില്ല. കാരണം ചിലപ്പോൾ ഇത് സക്സസ് ആവാം, ചിലപ്പോൾ ഫ്ലോപ്പ് ആവാം. അത് ആ ഇറങ്ങാൻ പോകുന്ന പടത്തിൻ്റെ ഒരു ഇതുപോലൊക്കെ ഇരിക്കും. ഞാനത് പറയാനുള്ള കാരണം വെച്ചാൽ പലരും രാക്ഷസ മൂവി പോലെ പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ പടത്തിനൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകാതിരിക്കുക. ഇതൊരു മൂവി, അതൊരു മൂവി, ആ ഒരു 2 രീതി വെച്ച് കാണുക. സെയിം ആക്ടറാണെന്നേ ഉള്ളൂ, ബട്ട് ഒരു ന്യൂ മൂവി പ്രതീക്ഷിച്ച് നിങ്ങൾ പോവുക, ഒരു ന്യൂ കോൺസെപ്റ്റൊക്കെ പ്രതീക്ഷിച്ച് പോവുക, അത്രയൊക്കെ ഉള്ളൂ. സോ എനിക്ക് ആര്യൻ മൂവി അത്ര വർക്കായില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നതായിരിക്കാം. ചിലപ്പം ഈ മേനക സീരീസ് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രഷ് പീസായിരിക്കും. മേനക സീരീസ് കണ്ടവരാണെന്നുണ്ടെങ്കിൽ
ഫ്രഷ് അല്ലാത്ത പീസായിരിക്കും. സോ അതാണ് ഗൈസ് ആര്യൻ മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. താല്പര്യമുള്ളവർ പോയി കാണുക. അപ്പോൾ അത്രയോടെ